ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗ്ഗത്തിലെ കർത്താവ് ഇന്ന് നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം തന്ന ദൈവത്തിന്റെ വലിയ കൃപയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹപ്പെട്ട സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ദൈവം ഭാഗ്യം നൽകി. അനുഗ്രഹപ്പെട്ട ദൈവത്തിന്റെ വചനത്തെ ദൈവം ഒരുക്കി തന്നു. സ്തോത്രം. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് സ്തോത്രം ഒരു വാക്യം വായിക്കാം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം മുതൽ നമുക്കത് വായിക്കാം. സ്തോത്രം. ഒന്ന്, കർത്താവിനെ അറിഞ്ഞ, കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ദൈവജനത്തോട് കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ചു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അവരോടൊപ്പം സ്തോത്രം ചില ദിവസങ്ങൾ താമസിച്ചു. അവരെ മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശു ജീവനോടുണ്ട് എന്ന് തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ദൈവജനത്തോട് ദൈവം ഉപദേശിക്കുന്ന ഉപദേശമായി സ്തോത്രം പറഞ്ഞിട്ട് കർത്താവ് പോവുക, ഈ സ്വർഗാരോഹണത്തിലേക്ക് പോവുക. അതിനു മുമ്പേ കർത്താവ് പറയുക, സകല ഭൂവാസികളെ, ഈ ലോകത്തിന്റെ സകല വ്യക്തിയോടും സുവിശേഷം അറിയിക്കും. ആരോട് പറഞ്ഞേ? യേശുവിനെ അറിഞ്ഞ ദൈവജനത്തോട്. നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്ന ഉപദേശമാണ്. നമ്മൾ എന്ത് ചെയ്യണം? സകലത്തോടും എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. സുവിശേഷം അറിയിക്കണം. സ്തോത്രം. സുവിശേഷം അറിയിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് വേണം? സുവിശേഷം അറിയിക്കുന്നെങ്കിൽ നമുക്ക് എന്ത് വേണം? സ്തോത്രം. സുവിശേഷം അറിയിക്കണമെങ്കിൽ ക്രിസ്തു എന്താണെന്ന് നമ്മൾ അറിയണം, ഇല്ലയോ? നമ്മൾ അറിഞ്ഞ് രുചിച്ചെന്നിട്ടാണ് നമ്മൾ അത് മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യുന്നത്? പകരാൻ പോകും. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് സ്തോത്രം ക്രിസ്തുവിനെ അറിഞ്ഞവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? സുവിശേഷം പറയുവാൻ പറ്റും. നമുക്ക് ചില വിഷയത്തിനകത്ത് നമുക്ക് സുവിശേഷം പറയാൻ പറ്റാത്തതിന്റെ പ്രശ്നം എന്തുവരും? നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും നമ്മൾ അറിയാത്തവരെ പോലെ നിൽക്കും. സ്തോത്രം. ഇന്ന് പകല് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞ ഒരു ദൈവത്തിന്റെ ദൂത് ഞാൻ രാവിലെ പറയാം. കർത്താവിനോട് പറഞ്ഞത്, ചില ലാഭത്തിന് വേണ്ടി, ചില ചിലവരുടെ മുഖത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റാത്ത ചില വ്യക്തികളെ കണ്ട് നമ്മൾ മാറ്റി നിർത്തിയത്, ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അതിനുവേണ്ടി നീ ക്രിസ്തുവിനെ മറന്നുപോകും. എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല, ചില കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് തുറന്നു പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നീ ആരെ മറന്നുപോലെ? ക്രിസ്തുവിനെ മറന്നുപോലെ. നീ ആരെയാ ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നത്. നീ ക്രിസ്തുവിന്റെ സാക്ഷിയാ. നീ എവിടെ ചെന്നാലും ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവാ. നിന്നെ നോക്കുന്നത് ക്രിസ്തുവിനെ നോക്കുന്നത് പോലെ. എന്നെ നോക്കുന്നത് ക്രിസ്തുവിനെ നോക്കുന്ന പോലെ നോക്കണമെങ്കിൽ എനിക്കൊന്നുണ്ടാവണം. ക്രിസ്തുവിനെ പോലെ ഞാൻ ആയിത്തീരണം. ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. അവനെ എന്ത് ചെയ്യാൻ പറ്റും? സുവിശേഷം പറയാൻ പറ്റും. ചില അല്പലാഭത്തിന് വേണ്ടി, ചില കാര്യത്തിന് വേണ്ടി, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ആരെ മറന്നുപോലെ? കർത്താവിനെ മറന്നുപോലെ. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഇത് കുഴപ്പമില്ല, ഇത് കർത്താവ് ക്ഷമിക്കും, ഇപ്പൊ എന്റെ സാഹചര്യം ഇതായിരിക്കും. സ്തോത്രം. അങ്ങനെ പറയല്ലേ, ആ വാക്ക് ഉപയോഗിക്കല്ലേ. സ്തോത്രം. ചില ബലഹീനകളെ ഏറ്റു പറയാം, ക്ഷമിക്കും. പക്ഷെ ഈ വാക്ക് ഉപയോഗിക്കല്ലേ. ഇത് കർത്താവ് ക്ഷമിക്കും, ഇത് കുഴപ്പമില്ല. സ്തോത്രം. നമ്മൾ തെറ്റിയെത്തിയിട്ട് ഏറ്റു പറഞ്ഞാൽ പോലും ദൈവം ക്ഷമിക്കും. പക്ഷെ ഇത് കർത്താവിന് കുഴപ്പമില്ലയോ കുഴപ്പമുണ്ടോന്ന് നോക്കേണ്ടത് ആരാ? കർത്താവാ. അല്ലയോ? കർത്താവിന് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലയോ നോക്കേണ്ട ആരാ? കർത്താവാ. അപ്പോഴ് കർത്താവിന് കുഴപ്പമില്ലെന്ന് പറയാൻ നമുക്ക് എന്തോ യോഗ്യത? നമ്മൾ കർത്താവിനെ ഭരിക്കാനല്ല, കർത്താവ് നമ്മളെ ഭരിക്കാനാണ് നിൽക്കേണ്ടത്. നമ്മൾ കർത്താവിനെ ഭരിക്കാനല്ല നിൽക്കണ്ടേ. നമ്മൾ എപ്പോഴും കർത്താവിന് കീഴില്ല, നമ്മളെ മേലിൽ ആയിരിക്കുന്നത് കർത്താവ്. അപ്പൊ ഭൂലോകത്തിൽ മുഴുവനും പോയി സുവിശേഷം അറിയിക്കുക. കർത്താവിന്റെ വചനത്തിനകത്ത് കർത്താവ് പറയുക, ഒരു 18 വർഷം കൊണ്ട് ഒരു സഹോദരി ദേവാലയത്തിലേക്ക് കയറി വരും. 18 വർഷം കൊണ്ട് ആ ദേവാലയത്തിൽ കയറി വരുമ്പോൾ
ഞാൻ ഓർക്കും, അവർ തീക്ഷ്ണത നോക്കുക. ദൈവത്തിന് വില കൊടുക്കുന്നവരെ ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിന് വില കൊടുക്കുന്നവരെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. സ്തോത്രം. ആ 18 വർഷം കൊണ്ട് ആ സ്ത്രീ വരുന്നത് കൂനിയാണ്. നിവർത്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ അത്ഭുതത്തെ ഇന്നലെ ഞാൻ വീണ്ടും ഒന്ന് വായിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്ന് പറഞ്ഞാൽ കൂനിയായ ഒരു സ്ത്രീ, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവര് ദേവാലയം വിട്ടു പോകുന്നില്ല. അവർക്ക് എല്ലാം ശബത്തിലും ആരാധനയ്ക്കും അവരുണ്ട്, ഫ്രണ്ടിലുണ്ട്. അവര് കൂനിയായി പോയിട്ട് അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നിവർന്നിരിക്കാൻ പറ്റത്തില്ല, വല്ലാത്ത അവസ്ഥയാണ്. പക്ഷെ അതൊന്നും അവര് വകവെക്കത്തില്ല. പക്ഷെ അവരെല്ലാം ആരാധനയ്ക്കും എന്തുണ്ട്? ദൈവസന്നിധി. കർത്താവ് വേറെ ഒന്നുമല്ല അവളെ നോക്കിയേ. അവളെ പാപം നോക്കിയില്ല, അവളെ വിശുദ്ധി നോക്കിയില്ല, അവളെ മറ്റുള്ള കാര്യങ്ങളൊന്നും കർത്താവ് നോക്കിയില്ല. കർത്താവ് നോക്കിയ ഒറ്റ കാര്യം എന്തുവാ? 18 വർഷമായാലും അവളെ ദേവാലയത്തെ വിട്ടു പോകുന്നില്ല. അവൾ ആരാധനയ്ക്ക് വരിക, ദൈവവചനം കേൾക്കുക. എനിക്ക് കൂനായോണ്ട് ഈ സ്തോത്രം ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് വയ്യാത്തോണ്ട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ് അവൾ ഒരിക്കലും എന്ത് ചെയ്തില്ല? ഭവനത്തിനകത്ത് ഇരുന്നില്ല. അവൾ ദൈവത്തെ ആരാധിക്കാൻ. കർത്താവ് പറയുക, 18 വർഷം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു. ആമേൻ. 18 വർഷം കൊണ്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഈ സഹോദരി ആരുടെ മകളാണ്? അബ്രഹാമിന്റെ പൈതലാണ്. ഇവളെ ഞാൻ സൗഖ്യമാക്കാൻ പോവുക. ഇന്ന് പ്രിയ ദൈവമക്കളെ, കാലപ്പഴക്കമോ കാലങ്ങളോ ഒന്നും ദൈവത്തിന് പ്രശ്നമേ അല്ല. നിനക്ക് കാലപ്പഴക്കമോ കാലങ്ങളൊന്നും നിനക്ക് ദൈവത്തിന് പ്രശ്നമല്ല. നിന്റെ സമയം കഴിഞ്ഞുപോയി, നിന്റെ പ്രായം കൂടിപ്പോയി, ഇനി നിനക്കത് ലഭിക്കത്തില്ല. അതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് പകലോർത്തോ ആ കൂലിയായ സ്ത്രീയെ എഴുന്നേൽപ്പിച്ചതുപോലെ, അവളെ കൂലി മാറ്റിക്കൊടുത്തതുപോലെ, അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് പ്രവർത്തിച്ചതുപോലെ ഇന്ന് പ്രിയ ദൈവം ദൈവം നിന്നെ വിടുവിക്കാൻ പോവുക. ദൈവം നിന്നെ ശക്തീകരിക്കാൻ പോവുക. ആമേൻ. സ്തോത്രം. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെ വീടിന്റെ മുറ്റത്ത് ഒരു നല്ല തേക്കും തടി ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ ഈട്ടിത്തടിയും. നമുക്ക് സന്തോഷമുണ്ട്. എന്തുവാ? വിലയുള്ള സാധനമാണ്, നല്ല തടി അടിക്കുന്നത്. തേക്കും തടി, നല്ല തേക്കും തടി അടിക്കുന്നത്, അല്ലെങ്കിൽ നല്ലൊരു ഈട്ടി തടി അടിക്കുന്നത്, സന്തോഷവും. പക്ഷെ ആ സന്തോഷം പൂർണ്ണമാവുന്നത് എപ്പോഴാ? അത് വെട്ടി അതിനെ യഥാർത്ഥമായ ഒരു ഫർണിച്ചറായി പുറത്തു കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ സന്തോഷം യഥാർത്ഥമായിട്ട് വെളിപ്പെടും. അല്ലെങ്കിൽ അത് വിറ്റ് പൈസ കിട്ടണം, അല്ലെങ്കിൽ അത് വിറ്റ് വീട്ടിലെ കറവാക്കണം, അല്ലെങ്കിൽ ജനലാക്കണം. ഇത് ആയി തീരുമ്പോഴാ എന്ത് ചെയ്യുന്നേ? ആ തടിയെ കുറിച്ച് നമുക്കൊരു സ്നേഹം തോന്നും. ആ തടി ഉള്ളത് കൊണ്ടായിരുന്നു ഈ നല്ലൊരു മനോഹരമായ ഒരു കസാര പണിതിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടേബിള് പണിതിട്ടേക്കുന്നത്, അല്ലെങ്കിൽ ഒരു കതവ് പണിതിട്ടേക്കുന്നത് എന്നല്ല നമുക്ക് തോന്നിട്ടുള്ളൂ. ഒരു തടി മരമായിട്ട് നിൽക്കുമ്പോഴല്ല അതിനകത്ത് സന്തോഷം വരുന്നത്. അത് വെട്ടി എന്ത് ചെയ്യണം? അത് ക്ലിയർ ആക്കണം. അല്ലയോ? വെട്ടി ക്ലിയർ ആക്കിയാൽ, വെട്ടിയിട്ടെന്ന് പറഞ്ഞ്, തടി തേക്കൊണ്ടെന്ന് പറഞ്ഞ്, ഈട്ടിയുണ്ടെന്ന് പറഞ്ഞ്, വെട്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചെത്തി മിനുക്കണം. അതിനെ ചെത്തി മിനുക്കി അതിന് അതിൻ്റെതായിട്ടുള്ള ഡിസൈൻ കൊടുത്ത് അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പണിത് കൊത്തുപണികളെല്ലാം ചെയ്ത് പുറത്തിറക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നും. അല്ലയോ? കയറി ചെല്ലുമ്പോൾ നമ്മൾ ആ ഡോറ് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഇത് തേക്കി പണിത ഡോറാണ്, ഇത് നമ്മളെ വീട്ടിൽ നിന്ന് വസ്തുവാണ്. അന്ന് ഇതിനൊരു വിലയില്ലായിരുന്നു. പക്ഷെ അത് തേക്ക് ഡോറായപ്പോൾ ഒരു വിലയുണ്ട്. അതിനകത്ത് പോളിഷ് എല്ലാം തേച്ച് നല്ല വൃത്തിയായിട്ട് ഇരിക്കുവാണെങ്കിൽ ഒരു വിലയുണ്ട്. സ്തോത്രം. അതുപോലെ നല്ലൊരു ചെയറാക്കിട്ട് അതിനകത്ത് ഇരിക്കുമ്പോൾ ഒരു വിലയുണ്ട്. ഇല്ലയോ? ഇതെല്ലാം എന്ത് ചെയ്യണം? തേക്കാട്ട് നിന്നപ്പോ കിട്ടിയില്ല. തേക്കാട്ട് നിന്നപ്പോ എന്ത് ചെയ്യും? വെട്ടി കറക്റ്റ് സമയത്ത് അതിനെ അതിൻ്റെതായിട്ട് രീതിയിൽ വെട്ടി വിരിക്കി അതിനെ പണിയാൻ പറ്റുന്നവരുടെ കരങ്ങളിൽ കിട്ടി. അവരതിനകത്ത് ചില കൊത്തുപണിയെല്ലാം കൊടുത്ത്, ചില സ്തോത്രം രൂപഭംഗിയെല്ലാം കൊടുത്തപ്പോഴാണ് അതെന്ത് ചെയ്തേ? അനുഗ്രഹമായ ഒരു സാധനമായി, വീടിനകത്ത് വിലപ്പെട്ട സാധനമായി വീടിനകത്ത് കിടക്കാൻ തുടങ്ങി. മറ്റുള്ളവർ വരുമ്പോൾ ഒന്ന് നോക്കും. ഇല്ലേ? നമ്മൾ ഫർണിച്ചറെല്ലാം മേടിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമുക്ക് ഇരിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റുള്ളവർ വരുമ്പോഴൊന്ന് കാണണം. ഇല്ലയോ? സ്തോത്രം. ഒരു പ്രൗഢിക്ക് തുല്യമാണ്. നല്ല നല്ല ഫർണിച്ചർ ഡിസൈൻ ചെയ്ത് മേടിച്ചിട്ടുള്ള ഒരു പ്രൗഢിക്ക് തുല്യമാണ്. സ്തോത്രം. അത് മേടിച്ച് വെച്ച് അത് അതിൻ്റെതായിട്ടുള്ള ഭംഗി വന്നപ്പോഴാണ് നമുക്കതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. നമ്മൾ ഇഷ്ടപ്പെടാൻ അന്ന് തേക്ക് മരമായിട്ട് ഇരുന്നപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ടില്ല. തേക്ക് മരമായിരുന്നു, എന്റെ ഇല വീഴുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അത് യഥാർത്ഥമായിട്ട് വിളഞ്ഞ് അതൊരു തടി രൂപമായി അത് വെട്ടിയെടുത്ത് നമ്മൾ രൂപഭംഗി കൊടുത്ത് അതിന്റെ ഡിസൈൻ കൊടുത്ത് വീടിനകത്ത് കൊണ്ടിട്ടപ്പോൾ നമുക്ക് അതിനകത്ത് കാണുമ്പോൾ എല്ലാം ഒരു സന്തോഷം.
ഞാൻ സന്തോഷിക്കുന്ന ആളാണ്. ഇങ്ങനത്തുള്ള ചെയറ്, ഇങ്ങനത്തെ സാധനമെല്ലാം മേടിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് അതിനെ നോക്കും. ചില സമയത്ത് എൻ്റെ പണികളെല്ലാം കണ്ട് ഞാൻ സന്തോഷിക്കാറുണ്ട്. സ്വന്തം പലപ്പോഴും സന്തോഷിക്കാറുണ്ട്. അത് മരത്തിൽ നിൽക്കുമ്പോഴേ കിട്ടത്തില്ല ആ സന്തോഷം. അത് വന്നപ്പോഴാണ് അതിന്റെ സന്തോഷം കിട്ടിയത്. സ്തോത്രം. തടി വെട്ടി മുറിച്ച് വെക്കുമ്പോൾ തന്നെ അതിന്റെ ആശാരിക്ക് അല്ലെങ്കിൽ അത് പണിയുന്ന ഒരു വ്യക്തിക്ക്, അതിന് രൂപകൽപ്പന കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്ലാൻ ഉണ്ട്. ആ തടി വെച്ച് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണം. ഇല്ലയോ? ചുമ്മാ ആശാരിയും പണിയോ ഒരു കസാര പണിയോ. അദ്ദേഹത്തിന് ഒരു ഷേപ്പ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അതിന് വളവ് കൊടുക്കേണ്ടത് വളവ്, ഒടിവ് കൊടുക്കേണ്ടത് ഒടിവ്, സ്തോത്രം അല്ലെങ്കിൽ കൊത്തുപണി ചെയ്യേണ്ടത് കൊത്തുപണികൾ. ഇതെല്ലാം അദ്ദേഹത്തിന് ഒരു പ്ലാൻ ഉണ്ട്. ആ പ്ലാൻ പ്രകാരമാണ് അത് പണിത് പുറത്തു പോകും. അപ്പോഴാണ് ആശാരി സന്തോഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പോളിഷിയോടും ചെയ്ത് വൃത്തിയായി കഴിയുമ്പോഴാണ് ആശാരിക്ക് സന്തോഷം വരുന്നത്. അത് ആശാരി ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് വിൽക്കണമെങ്കിലും എന്ത് ചെയ്യണം? ആ രീതിയിലാക്കിയാല് ഇഷ്ടപ്പെടാൻ, അത് ഇഷ്ടപ്പെട്ട് വീട്ടിലേക്ക് മേടിച്ചോണ്ട് പോകണമെങ്കിലും അത് മേടിച്ച ആൾക്ക് ഇഷ്ടപ്പെടണം. ആ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടാണ്. ഇതേപോലെ ദൈവമക്കളെ നമ്മളൊരു തടി, നമ്മളെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ഒരു ജീവനുള്ള ഒരു ശരീരമാണ്. ഈ ശരീരം ദൈവസഭയിൽ കർത്താവിന്റെ വരവ്, കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് കർത്താവിനാൽ നമ്മൾ ദൈവസഭയിൽ വന്നു. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മൾ ദൈവസഭയ്ക്കകത്ത് ദൈവസഭയിൽ വന്നു. നമ്മുടെ ഹിതപ്രകാരമല്ല വന്നത്. ആരുടെ ഹിതപ്രകാരമാണ്? കർത്താവിന്റെ ഹിതപ്രകാരമാണ്. അപ്പോഴ് ഇനി ഇതിനെ എന്ത് ചെയ്യണം? പണിയണം. ഇതിനെ പണിയണം. അതുകൊണ്ട് ദൈവം നമുക്ക് ദൂത് തരുന്നു, പ്രവചനം തരുന്നു. നിന്നെ ഇന്നതാക്കാൻ പോവുക, ഇന്നതാക്കാൻ പോവുക. ഞാൻ പഠിക്കാൻ പോയപ്പോൾ ഇന്നതാക്കൂന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കും. ഈ ഇത്രയെല്ലാം പഠിച്ച് എങ്ങനെ ജയിച്ച് നീ വരണ്ടേ, ഇതെല്ലാം ആക്ക ഇന്ന് ആയിരിക്കും. പക്ഷെ ദൈവം മുമ്പേ നിന്നോട് അഡ്വാൻസ് ആയിട്ട് പറയാം, നീ ഇന്നതാണ്. ഞാൻ അതുകൊണ്ട് നേരത്തെ പറയുന്നത്, സ്തോത്രം, ആത്മഹത്യ ചെയ്യുന്നവരെ വിളിച്ചു വന്നപ്പോൾ ഞാൻ നടക്കത്തില്ല. കാര്യം ദൂത് വേറെയാണ്. ദൂതല്ലേ നടക്കത്തുള്ളൂ. ദൂത് ആരാ പറഞ്ഞേക്കുന്നത്? ഒരുവനെ ജീവൻ കൊടുക്കുന്നതും ഒരുവന്റെ ജീവൻ നിലനിർത്തുന്നതും ആരാ? ദൈവമാണ്. അപ്പോഴ് ഇന്നതാക്കും എന്ന് ദൈവം മുമ്പേ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞേക്കുക. അപ്പോഴേ നമുക്ക് ഉറപ്പാണ് നമ്മൾ ഇന്നതാവും. ഒരു തടി വെട്ടിയിട്ട് പറയും, നിന്നെ ഞാൻ കട്ടിലാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് തടി അവിടെ വെട്ടിയിട്ടിട്ട് കാര്യമില്ല. കട്ടിലാക്കാൻ പരിപാടി തുടങ്ങണം, ഇല്ലയോ? അതാദ്യം അതിന്റെ തൊലി ചീവി കളയണം. അതിന് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ മുറിച്ചെടുക്കണം. മില്ലി കൊണ്ട് മുറിച്ചെടുക്കണം, പാല് മുറിച്ചെടുക്കണം. അതിന് അതിൻ്റെ ആയിട്ടുള്ള ഡിസൈൻ കൊടുക്കണം, കട്ടി കൊടുക്കണം. കുറേ പണിയുണ്ട്. ഇതെല്ലാം ചെയ്ത് പോളിഷ് ചെയ്ത് കയറി വരുമ്പോഴാണ് ഇത് കട്ടിലാവും. അതേപോലെ നമ്മൾ ഇന്നതാവൂന്ന് കേട്ടിട്ടുണ്ട്, ദൂത് കേട്ടിട്ടുണ്ട്. നമ്മൾ ദൂത് കേട്ടവരാ, പക്ഷെ ആവുന്നില്ല. നമ്മളിപ്പോഴും എന്ത് ചെയ്യുക? ആ വിളിച്ച വിളിയിൽ തന്നെ നിൽക്കുക. കാര്യം എന്തുവാ? നമ്മളെ ചെത്തി വിരിക്കാൻ നമുക്ക് താല്പര്യമില്ല. ദൂത് ഇഷ്ടമാണ്. എന്റെ കുടുംബത്തിലും എന്റെ ചാർച്ചക്കാരിലും എന്തെങ്കിലും കിട്ടാത്ത ഒരു ഭാഗ്യം എനിക്ക് കിട്ടുന്നത്, അതെനിക്ക് ഇഷ്ടപ്പെടാതിരിക്കൂ. എനിക്കിഷ്ടമാണ്. ഞാൻ അത് കേട്ടപ്പോ പൊട്ടനായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു. പക്ഷെ ആ ദൂതിൽ തന്നെ ഞാൻ നിൽക്കുവാണ്. ദൂത് എനിക്ക് ബാധിക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താ? ചെത്തി മിനുക്കാൻ താല്പര്യമില്ല. ഈ ചെത്തി മിനുക്കുന്നത് എന്ത് വെച്ചാൽ, ദൈവമക്കളെ ചെത്തി മിനുക്കുന്നത് എന്ത് വെച്ചാൽ, പ്രാർത്ഥന വേണം. ചെത്തി മിനുക്കുന്നതിനകത്തൊരു കാര്യം, പ്രാർത്ഥനയല്ല ചെത്തി മിനുക്കുന്നത്. ചെത്തി മിനുക്കുന്നത് എപ്പോഴാ? നമ്മളെ ഒന്ന് ഉടച്ച് ചെത്തി മിനുക്കുന്നത് എപ്പോഴാ? ഈ സാധനം അകത്ത് കയറണം. ബൈബിൾ അങ്ങ് അകത്ത് കയറണം. വചനം അകത്ത് കയറണം. വചനം അങ്ങോട്ട് അകത്ത് കയറുമ്പോഴാണ് ഉള്ളി കയറുന്നത്. ചെത്തി മിനുക്കുന്നത്. ചിലതെല്ലാം അങ്ങോട്ട് വേദനപ്പെടും, ചിലതെല്ലാം അങ്ങോട്ട് വിട്ടുപോകാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അത് പ്രാർത്ഥനയിലൊന്നുമല്ല കിട്ടുന്നത്. എന്തുവാ? പ്രാർത്ഥനയിലുണ്ട്. പ്രാർത്ഥനയിൽ നിൽക്കുന്നുണ്ടാണ് നമ്മൾ തടിയായിട്ട് ജീവനോട് ഇങ്ങനെ ഇരിക്കുന്നത്. കർത്താവിനെ അറിഞ്ഞത്, കർത്താവിനെ അറിയാൻ പറ്റുന്നത്. പക്ഷേ പ്രാർത്ഥന നിൽക്കുമ്പോൾ ഇതിന്റെ അകത്തോട്ട് കയറുന്നത്. അകത്തോട്ട് കയറണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രാർത്ഥനയോട് നിൽക്കണം. അതൊന്ന്. രണ്ട്, ഈ വചനമാണ് നിന്നെ ചെത്തി വിളിക്കുന്നത്, നിന്നെ ഒരുക്കിയെടുക്കുന്നത്. എത്ര ആപത്ത് വന്നാലും പ്രതികൂലം വന്നാലും ചില വാക്യം മതി നമ്മൾ പുറത്തു വരാൻ. ചിലവര് നമ്മളെ മുൻവിധിച്ച്, ചിലർ അപമാനിച്ച്, പരിഹസിച്ച്, നമ്മളെ കുടുംബത്തെ, നമ്മളെ തലമുറയെ അടിച്ചു താക്കുമ്പോൾ ഒറ്റ വാക്യം മതി നമുക്ക് പുറത്തു വരാം. ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന കാര്യമുണ്ട്. ഇന്ന് പകല് ദൈവമക്കളെ നീ പ്രാർത്ഥിക്കും. എങ്ങനെ പറ? എന്റെ കുടുംബത്തിനകത്ത് ആപചാരം വരത്തില്ല. എന്റെ കുടുംബത്തിനകത്ത് ആപചാരം വരത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ആപചാരം ഉണ്ട്. ആപചാരത്തിന്റെ മധ്യയില ഞാൻ ജീവിക്കുന്നത്. പക്ഷെ
പക്ഷെ എന്റെ കുടുംബത്തിലോ എന്റെ തലമുറമേലോ ആപചാരം വരത്തില്ല. കാര്യം ആപചാരത്തെ തകർത്ത് കളയുന്ന യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്. ആപചാരത്തെ തകർത്ത് കളയുന്നു യേശു എന്ന് പറയുന്ന സ്വർഗ്ഗത്തിൽ ഇരിക്കുന്ന കർത്താവിനെ ഞാൻ ആരാധിക്കുന്നത്. ദൈവത്തിന്റെ മേശയ്ക്ക് ഒരു കസാര എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ കസാരയിൽ യേശുവിനൊപ്പം ഇരിക്കേണ്ടവരാണ്. എന്റെ മേൽ, എന്റെ കുടുംബത്തിന് മേൽ, എന്റെ തലമുറ മേൽ ഒരു ആപചാരവും ഫലിക്കത്തില്ല. ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ഒരു ആപചാരം എന്റെ കുടുംബത്തിനകത്ത് ഫലിക്കത്തില്ല. ഒരു തലമുറയ്ക്കകത്ത് ഒരു ആപചാരം ഫലിക്കത്തില്ല. പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ ഫലിക്കത്തില്ല. എന്റെ കുടുംബത്തെ ചേർന്നെങ്കിൽ പുറത്തു നൽകുന്ന ദൈവത്തെ ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം, ഉയരങ്ങളിൽ വസിക്കുന്ന ദൈവം, ഭൂമിയിൽ സ്വർഗ്ഗത്തിലെ അധികാരമുള്ള ദൈവം, സകലത്തിന് അധികാരമുള്ള യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്. ചവിട്ടിത്താത്ത് കൊല്ലത്തില് കൂടെ കൂടെ എഴുന്നേറ്റ് വരുന്ന ദൈവത്തെ ഒന്നുമല്ല ഞാൻ ആരാധിക്കുന്നത്. ഞാൻ ഉയരത്തിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ഉയരത്തിലിരിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നത്. ഉയരത്തിൽ അവയാലെ സ്വർഗ്ഗത്തിന്റെ ദൈവത്തിന്റെ സിംഹാസനത്തിനകത്ത് ദൈവം ഇരിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് കസാര. ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് വേണ്ടി കാലങ്ങൾക്ക് മുമ്പേ ഒരുക്കി വെച്ചൊരു കസാരയുണ്ട്. അതിനകത്ത് ഇരിക്കാനാണ് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ നിൽക്കുന്നത്. ആ ദൈവത്തെ ആരാധിക്കുന്ന കാലത്തോളം 2026 ഈ 8 മാസം ദൈവത്തിന്റെ നാമത്തെ കൽപ്പിക്കുമ്പോൾ ഇന്നത്തെ പകൽ ആ ദൈവത്തിന്റെ വീട് എന്റെ കുടുംബത്തിനകത്ത് വെളുപ്പുണ്ട്. അത് ഞാനും എന്റെ കുടുംബം അനുഭവിക്കട്ടെ. സ്തോത്രം. ഞാൻ 2026 8 മാസത്തിനകത്ത് നിൽക്കുക. സ്തോത്രം. ഈ 2026 എന്റെ വർഷം. ഞാനും എന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. എന്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കും. എന്റെ സഭ അനുഗ്രഹം പ്രാപിക്കും. അതിനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ തകർന്നുമാകട്ടെ. അതിനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ തകർന്നുമാകട്ടെ. അതിനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ തകർന്നുമാകട്ടെ. അതിനെതിരെ നിൽക്കുന്ന ദുഷ്ടശക്തികൾ തകർന്നുമാകട്ടെ. തകർന്നുമാകട്ടെ. ഇന്ന് ഞാനും എന്റെ കുടുംബവും അനുഗ്രഹം പ്രാപിക്കും. എനിക്ക് എന്റെ കുടുംബത്തിനും അനുഗ്രഹമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കടയിൽ നിന്ന് ഒരു സാധനം മേടിച്ചപ്പോൾ മുട്ട മേടിച്ചപ്പോൾ അദ്ദേഹം അവിടെ നമ്മൾ സ്ഥിരം ചെല്ലുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം എടുത്തത് ഇത് ഓണത്തിന് ഹോൾസെയിൽ ഒരു മുട്ട വെച്ചിട്ടുണ്ട്. കറക്റ്റ് ഇവിടെ വന്നപ്പോൾ അവർ മുട്ട മുട്ടി. അതിൻ്റെ ഒരു തുള്ളി പോലും കിട്ടിയില്ല. സോ അത് കാര്യം എന്തോ ഓണമില്ലാത്തവർ ഓണത്തിന് ഇവിടെ മുട്ട വരുന്നത്. എനിക്ക് അനുഭവിക്കുന്നത് ഞാൻ അനുഭവിക്കാം. ദൈവത്തിന് ഹിതമില്ലാത്തത് ഞാൻ അനുഭവിക്കരുത്. സ്തോത്രം. അനുഭവിക്കരുത്. ഞാൻ അതിനെ പറ്റി ചിന്തിച്ചു. ഞാനതിങ്ങനെ കൊടുത്തു കഴിയുമ്പോഴാണ് സുധ പറഞ്ഞ് മുട്ട ഒന്നും മുക്തം കൊട്ടു. ഞാൻ ഇതായിരുന്നു സുധ ബെസ്റ്റ് ദൈവം നന്നായി. സ്തോത്രം. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തൊന്നും മിണ്ടിയില്ല. സ്തോത്രം. ഞാനത് മേടിക്കാറുണ്ടായിരുന്നു. അത് മേടിക്കേണ്ടാത്ത രീതിയാക്കി തന്നു. ആര്? കർത്താവ്. സ്തോത്രം. ഓണമില്ല. നമുക്കെന്തോ ഓണം? താമയാലെ പാതാളത്തിൽ ചവിട്ടിത്താക്കിയും പൊങ്ങി വരുന്നതല്ല ഓണം. നമുക്ക് സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്. എന്റെ ചിന്തകൾക്കും അപ്പുറമായി അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. എനിക്ക് ചിന്തിച്ചു കൂട്ടുവാൻ കഴിയാത്ത രീതിയിൽ, എന്റെ ബുദ്ധിക്കകത്ത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത രീതിയിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന യേശുവിനെ ഞാൻ ആരാധിക്കുന്നത്. ഒരു നേരം ആഹാരത്തിന് വേണ്ടി
അല്ലെങ്കിൽ സ്തോത്രമാരെ ഒരു നേരം സദ്യയ്ക്ക് വേണ്ടി നീ യേശുവിനെ മറന്നുപോകല്ലേ. നീ ധരിച്ചിരിക്കുന്ന യേശുവിനെ ഓർമ്മ വേണം. നിന്റെ പോക്കിലും വരവിലും നടപ്പിലും ചിന്തകളും എല്ലാം നീ യേശുവിനെ ഓർമ്മ വേണം. യേശുവിനെ ഓർമ്മ വേണം. യേശുവിനെ ഓർമ്മ വേണം. അതാണ് സാക്ഷി. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സാക്ഷി. നീ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നിനക്ക് ധൈര്യം ഉണ്ടാവണം. ആരുണ്ട്? യേശുണ്ട്. എനിക്ക് ധൈര്യമൊന്നുമില്ല, പക്ഷെ എനിക്കൊരു ധൈര്യമുണ്ട്. ഒരാളെ കാര്യം പറഞ്ഞാൽ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ധൈര്യമാണ്, പിന്നെ എനിക്ക് ഇരട്ടി ധൈര്യമാണ്. കാര്യം എന്തുവാ? യേശു എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യമാണ്. യേശു അല്ലാതെ എന്റെ പേര് പറയുമ്പോൾ എനിക്ക് ധൈര്യമൊന്നുമില്ല. സ്തോത്രം. എന്റെ അപ്പന്റെ പേര് പറഞ്ഞാലും എന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞാലും ഒന്നും എനിക്ക് ധൈര്യം ഉണ്ടാവത്തില്ല. എനിക്ക് ധൈര്യം ഉണ്ടാവുന്നത് യേശു എന്ന് പറയുമ്പോൾ. കാര്യം എന്തുവാ? യേശു സകലത്തെ ജയിച്ചവൻ. ആ ജയിച്ച കർത്താവ് എന്നെ വിളിച്ച് വേർതിരിച്ച് ആ കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ മഹത്വവും. സ്തോത്രം. ഞാൻ ചില വ്യക്തികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ പുറത്തുനിന്ന് പ്രാർത്ഥിക്കാനല്ല വരുമ്പോൾ എന്നോട് പറയും, സ്തോത്രം, പക്ഷെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചതാണ് ഞാൻ പ്രാർത്ഥിക്കാൻ. ഒരുപാട് പേര് പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ, പക്ഷെ ഒരുപാട് പേര് പ്രാർത്ഥിച്ചത് നടക്കാതെയാ. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ പ്രാർത്ഥിക്കും. കാര്യം എന്തുവാ? എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസം. ദൈവമക്കളെ, ഒന്നാമത്തെ കാര്യം അതാ പറയുന്നത്. എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവരെല്ലാം പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടതോ അവരെ ചെറുതാണെന്നോ അവർ വലുതാണെന്നോ ഞാൻ പറയുന്നില്ല. എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ യേശു എന്ന് പറഞ്ഞാൽ എന്റെ കർത്താവിന്റെ കൂടെ വരും. കർത്താവ് മറുപടി തരും. അത് വിശ്വസിക്കുന്നവനാ കടന്നു വരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചാൽ കൂടുതലാണ്. സ്തോത്രം. ചിലവരുണ്ട് വിടുതൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു കാര്യം കേട്ടോ, വിടുതൽ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഒരുപാട് പേര് പ്രാർത്ഥിച്ച പ്രശ്നം. ഇവർക്ക് എവിടുത്തെ പ്രാർത്ഥന ഏറ്റവും അറിയുന്നില്ല. ഇവർക്ക് എവിടുന്ന് കയറിയ പ്രാർത്ഥനയാ, ഏത് പ്രാർത്ഥനയാ? ഞാൻ കൂടെ പറഞ്ഞ പ്രാർത്ഥന കുഞ്ഞുവയ്ക്കാനുള്ളതാണ്. എല്ലാവരും പറയും പ്രാർത്ഥിക്കാൻ. ചുമ്മാതെ ദൈവമക്കളെ, ചുമ്മാതെ ദൈവമക്കളെ. ഒരാൾക്ക് വേണ്ടി ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാർത്ഥോടെ അവരെ സ്നേഹിക്കണം. അവന്റെ നന്മ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ അവന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റൂ. അവന്റെ നന്മ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. ചിന്നു എൻ്റെ അടുത്ത് എന്ന് പറയാ, പാസ്റ്ററെ പ്രാർത്ഥിക്കണം. അപ്പൊ ഞാൻ പറയാം, ചിന്നു ഇച്ചിരി ആചാരമല്ല ഉണ്ടായിരുന്നു പോയി. ചിന്നു അനുഗ്രഹപ്പെടണം. നിന്റെ കുറവുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ദൈവം അനുഗ്രഹപ്പെടണം. അങ്ങനെ പ്രാർത്ഥിക്കണമെങ്കിൽ ആരെ സ്നേഹിക്കണം? എന്റെ കൂടപ്പുറപ്പാട്ട് ആരെ സ്നേഹിക്കണം? ചിന്നുവിനെ ഞാൻ സ്നേഹിക്കണം. എങ്കിലേ എനിക്ക് ചിന്നുവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രാർത്ഥിക്കാൻ പറ്റും. അല്ലാതെ പ്രാർത്ഥിക്കാൻ എന്ന് പറയുന്നതിലെ കള്ളമാണ്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇച്ചിരി വിലയുള്ളതാണ്. കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത്. എന്റെ കുടുംബത്തിലെ ഒരു അംഗം, സ്തോത്രം, ഒരു കാര്യം ഞാൻ ദൈവമക്കളെ ഒരുപ്പിച്ച് പറയാം. എന്റെ സഭയ്ക്കകത്ത് വരുന്ന ഓരോ ദൈവമക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ കുടുംബം എന്നുള്ള രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ എന്റെ കുടുംബത്തിന്റെ അനുഗ്രഹം കിട്ടിയിട്ട് അവർക്ക് അനുഗ്രഹമല്ല, നിങ്ങളുടെ അനുഗ്രഹം എന്റെ അനുഗ്രഹം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ആ രീതിയിലാണ് ഞാൻ ശൂന്യം പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. എന്റെ ഓരോ കുടുംബത്തിനും ഓരോ ദൈവമക്കൾക്ക് വേണ്ടി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനകത്ത് ഒരു മടുപ്പും തോന്നിയിട്ടില്ല. കാര്യം എന്റെ കൂടപ്പറപ്പുകൾ അനുഗ്രഹപ്പെടണം. അവര് ടോപ്പിൽ പോയാലേ സഭയെ അനുഗ്രഹപ്പെടണം, ഞങ്ങൾ അനുഗ്രഹപ്പെടും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ആദ്യം പോയി അനുഗ്രഹപ്പെടാത്ത സഭയെന്ന് അനുഗ്രഹപ്പെടാത്ത പിന്നെ ഒരു അനുഗ്രഹപ്പെടാനല്ല പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ചിലർ എന്ന് പറയും, അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. സ്തോത്രം. ഒരാൾക്ക് ഒരു പനി വന്നു. അയാളോട് ഫോൺ എടുത്ത് പാസ്റ്റർ വിളിക്കുക, പാസ്റ്റർ എനിക്ക് ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണം. പാസ്റ്റർ എന്ത് ചെയ്തു? ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. പനി മാറിയൊന്നുമില്ല. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. കുറച്ച് കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്തു? നേരെ പോയി ഒരു ഇഞ്ചക്ഷൻ 2 ഗുളികയെല്ലാം കഴിച്ചു. വീട്ടിൽ വന്നു. അവിടുത്തെ മരുന്നൊന്നും ഏറ്റില്ല. ഉടനെ അടുത്ത വേറെ ഡോക്ടറിന്റെ അടുത്ത് പോയി. ആദ്യം എവിടെ പോയ പ്രാർത്ഥന. രണ്ടാമത് എടുത്തു പോയി ചെയ്തു, ഏറ്റില്ല. അടുത്തടുത്ത് പോയി ഏറ്റ് വിടുതൽ. കിട്ടിയത് പുള്ളിക്കാനാണ് കൺഫ്യൂഷൻ. ഹോസ്പിറ്റലുണ്ടാകുമോ, ആ ഡോക്ടറെ കണ്ടുകൊണ്ടാണോ, ആ മരുന്ന് കഴിച്ചുകൊണ്ടാണോ, അല്ലെങ്കിൽ എല്ലാത്തിനും വലിയ ദൈവം ചെയ്തതാണ്? ആത്മാർത്ഥമായിട്ട് സാക്ഷി പറയുന്നു. ദൈവമക്കളെ, പ്രാർത്ഥിക്കുക. നിങ്ങൾ രോഗിയാണെങ്കിൽ നിങ്ങൾ വിളിച്ച്, നിങ്ങൾ മൂപ്പന്മാരെ വിളിച്ച് പ്രാർത്ഥിയില്ലേ, എണ്ണതേപ്പ് പ്രാർത്ഥിയില്ലേ. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മരുന്ന് കഴിക്കാൻ പോയാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ മരുന്ന് എനിക്ക് എഫക്റ്റ് ആവണം, ഞാൻ പോകുന്നിടത്ത് എനിക്ക് വിടുതൽ കിട്ടണം. അത് ആരാ തരാൻ പോകുന്നത്? ഞാൻ എവിടെ പോയാലും, ഞാൻ മരുന്ന് കഴിച്ചാലും, ഡോക്ടറെ കണ്ടാലും എനിക്ക് സൗഖ്യം തരുന്ന ആരാ? കർത്താവ്. ഞാൻ ഒരു കാര്യം പറയാം.
പഴയ കാലഘട്ടത്തിനകത്ത് ഡോക്ടർ, മെഡിസിൻ എന്നെല്ലാം പറഞ്ഞൊരു ബഹുമാനമുണ്ട്. ഇപ്പൊ അതൊന്നുമില്ല. ആർക്കും ആരോടും ഒരു സ്നേഹമില്ല. ഡോക്ടറിനും സ്നേഹമില്ല. ഡോക്ടറിന്റെ ഫൈൻ എമൗണ്ട് ആണ് വിഷയം. ഡോക്ടറിന്റെ ഹോസ്പിറ്റൽ എമൗണ്ട് ആ വിഷയം. ഇന്ന മരുന്ന് എഴുതിയാൽ ഇന്ന മരുന്നില്ല കമ്മീഷൻ കൂടുതൽ കിട്ടുന്നത്, അതാ വിഷയം. അവരെ എഴുതി കൊടുക്കുന്ന മരുന്ന് ആ രോഗിയെ വേറെ രോഗിയാക്കുമോ അതൊന്നും ഒരു വിഷയമേ അല്ല. അവർക്ക് അവരുടെ ലാഭമോ വിഷയം. ഇത് പണ്ട് സേവനമായിരുന്നു, ഇന്ന് സേവനമല്ല, ഇതൊരു ബിസിനസ്. അപ്പോഴേ ഇന്നടുത്ത് പോയാൽ എനിക്ക് മരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് സൗഖ്യമാവണമെങ്കിൽ ആ രീതി ചെയ്യണം. ദൈവപൈതലെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കണം. അതുകൊണ്ട് ഞാൻ നേരത്തെ മുതൽ പറയുന്നത്, നിങ്ങൾ എവിടെ പോയാലും വന്നാലും, ബന്ധുവിന്റെ വീട്ടിൽ പോയാലും, ബന്ധുക്കളെ വീട്ടിൽ പോയാലും, സുഹൃത്തിന്റെ വീട്ടിൽ പോയാലും, നാട്ടുകാരുടെ വീട്ടിൽ പോയാലും, ഏത് കാര്യത്തിനകത്ത് ഇടപെടുമ്പോഴും നിങ്ങളെ ഉള്ളത്തിനകത്ത് എപ്പോഴും നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ യേശുവിന്റെ പൈതലാണ്. യേശുവിന്റെ പൈതലാണ്. ഞാൻ മുഖാന്തരം യേശുവിന് സാക്ഷിയാകും. യേശുവിനെ സാക്ഷിയാകും. ചിലർ പറയാറുണ്ട്, അവരെ വിളിച്ചോണ്ട് പോയ നന്മയാണ്, എവിടെ ചെന്നാലും വിടുതല, അനുഗ്രഹമാണ്. എന്തുകൊണ്ടാണ്? അവരുടെ മേലൊരു പരിശുദ്ധാത്മാവുണ്ട്, ദൈവസാന്നിധ്യമുണ്ട്. അവരെവിടെ ചെന്നാലും എന്തുവാ? അനുഗ്രഹമാണ്. അവർക്ക് എപ്പോഴും സന്തോഷം, പുറമേ ഒന്നുമില്ല, അവരകത്ത് സന്തോഷം. ആരുണ്ട്? ദൈവമുണ്ട്, കർത്താവുണ്ട്. സ്തോത്രം. അതുപോലെ നേരത്തെ പറഞ്ഞ വചനം അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് വചനത്തെ ചിലതിനെയെല്ലാം നീ വെട്ടി ഒരുക്കണം. ചിലതെല്ലാം നമ്മളെ ഉള്ളത്തിനകത്ത് കിടക്കുന്ന സാധനത്തെയെല്ലാം വെട്ടി ഒരുക്കി വചനം അങ്ങോട്ട് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ഭംഗിയാക്കുന്ന ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്. ഇന്നത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഇന്നതാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ആരെ ആക്കാൻ തുടങ്ങും? അപ്പൊ നമ്മൾ എവിടെ ഉടയുന്നത്? വചനം ചെല്ലുമ്പോഴേ നമുക്ക് കുറ്റബോധം ഉണ്ടാകും. വചനം ചെല്ലുമ്പോഴാണ് നമ്മൾ ദൈവസന്നിധിയിലോട്ട് കൂടുതൽ അടുക്കുന്നത്. സ്തോത്രം. എപ്പോഴും എവിടെ ചെന്നാലും, ഏത് ഭാഗത്ത് ചെന്നാലും, യേശു എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോഴും, ഭയപ്പെടുത്തുന്ന ചിന്തകൾ വരുമ്പോഴും, അല്ലെങ്കിൽ എന്ത് വരുമ്പോഴും യേശു എന്നൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ നീ ഭാഗ്യവാനാ. യേശു നിന്നെ സ്നേഹിക്കും. യേശു എന്ന് പറയുന്ന ഒരു ചിന്ത നിനക്കില്ല എങ്കിൽ നീ ഓർത്തോ, ദൈവം നിങ്ങൾക്ക് ഒരു ബന്ധവും. ഇതെല്ലാം ആരുടെ കൃപയാണ്? പരിശുദ്ധാത്മാവിന്റെ അന്യഭാഷ പറഞ്ഞ്, ദൂത് പറഞ്ഞ്, പ്രവചിച്ച് എന്ന് പറഞ്ഞല്ല യേശു ഉണ്ടെന്ന് അറിയുന്നത്. യേശു ഉണ്ടെങ്കിൽ നിനക്ക് നല്ല ബുദ്ധി പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. യേശു എന്റെ ഉള്ളത്തിനുണ്ടെങ്കിൽ നല്ല ബുദ്ധി പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ യേശു ചെയ്ത. അതുകൊണ്ട് ചില സമയത്ത് നമ്മൾ അറിയാതെ സ്വോത്രം വന്നു പോകും. ഇനി ഏതെല്ലാം വേദി നിന്നാലും, എത്ര വ്യക്തി നിന്നാലും നമ്മുടെ ഉള്ളത്തിൽ സ്വോത്രം വരും. കാര്യം എന്തുവാ? ഇത് യേശു ചെയ്തു. യേശു കൂടെ. അപ്പോഴ് വചനം എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ചിലതെന്ത് ചെയ്യും? ചെത്തി മരിക്കും, ചിലത് ചെത്തി വീഴും. നമ്മുടെ ചില ഭയത്തെ മാറ്റും, ഭീതിയെ മാറ്റും, ഉറപ്പ് തരും. ആ ഉറപ്പോടും ബലത്തോടും അങ്ങോട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വരുമ്പോഴാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിര ഭൂതം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിനകത്ത് നിവർത്തിയാക്കി തരും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ, നല്ല കസാരയായിട്ട് പുറത്തു വന്ന് സന്തോഷിക്കുന്ന പോലെ കർത്താവ് നമ്മളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? സന്തോഷിക്കുന്നു. മരം നട്ട വീട്ടുകാരൻ സന്തോഷിക്കണമെങ്കിൽ, പുരയിടത്തിനകത്ത് മരമുണ്ടെങ്കിൽ അവൻ സന്തോഷിക്കണമെങ്കിൽ അതിനകത്ത് നന്മ വരുമ്പോഴാണ് സന്തോഷിക്കുന്നത്. അതുപോലെ യേശു ക്രിസ്തു നമ്മളെ തെരഞ്ഞെടുത്തപ്പോൾ നമ്മളിൽ നിന്ന് ചിലതെല്ലാം ദൈവം ആഗ്രഹിക്കുന്നു. ആ ക്വാളിറ്റി നമ്മളിൽ നിന്ന് വെളിപ്പെടുമ്പോഴാണ് ആര് സന്തോഷിക്കുന്നത്? കർത്താവായ യേശു സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, എവിടെ പോയാലും വരുമ്പോഴും പോകുമ്പോഴും എല്ലാം ഓർക്കണം, എന്റെ യേശുവിന്റെ പൈതലാണ്. ഞാൻ യേശുവിന്റെ പൈതലാണ്. സ്തോത്രം. അപ്പൊ എന്റെ സംസാരത്തിനകത്തെല്ലാം എന്തുണ്ടാവണം? സ്തോത്രം. ഇപ്പം നല്ല സമയങ്ങളാണ്. സ്തോത്രം. സ്റ്റാറ്റസിനകത്ത്, വാട്സപ്പിനകത്ത് ഗുഡ് മോർണിംഗ്, ഹാപ്പി ഓണമെന്നൊന്നും പറയല്ലേ. നിനക്ക് ഓണമൊന്നുമില്ല. ഒരു മാവേലിയുടെ വടവും കൊടുത്ത്, അല്ലെങ്കിൽ സ്തോത്രമാല മറ്റുള്ളവരുടെ വടവും കൊടുത്തിട്ട് ഇതിനകത്ത് ആശംസ പറയാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ ഒരു ദൈവ പൈതലാണ്. സ്തോത്രം. ദൈവ പൈതലാണ്. സ്തോത്രം. അപ്പൊ നമ്മുടെ സംസാര രീതിക്കകത്തെല്ലാം എന്തുണ്ട്? ഹാപ്പി ഓണമെന്ന് പറഞ്ഞില്ലെങ്കിൽ നമ്മളെ കൂട്ടുകാരെ പെടുന്നു. എനിക്ക് പലരും സ്റ്റാറ്റസ് ഇടാറുണ്ട്. ഞാനത് നോക്കിപ്പോകുന്നല്ലാതെ പലരും വാട്സപ്പിൽ ഇടാറുണ്ട്, ഗുഡ് മോർണിംഗ് പറഞ്ഞ് പലതും ഇടാറുണ്ട്. അവന്റെ വിശ്വാസം അവനെ രക്ഷിക്കട്ടെ, അവൻ ആ രീതിയിൽ പോട്ടെ, എന്റെ റൂട്ടല്ല എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ പിന്നാലെയല്ല. ഞാൻ ഉടനെ ഒരു കൈകാണിപ്പില്ല, എനിക്കില്ല. ഇല്ലാത്ത കാര്യമുണ്ടോ? കുഞ്ഞുങ്ങളെ ഓണപരിപാടിയാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ ആളുകളെല്ലാം ഓണപരിപാടിക്ക് ലിമിറ്റ് ഉണ്ടായിരുന്നു. സ്കൂളിലെല്ലാം നടക്കുന്ന പരിപാടി വേണ്ട കൂത്താവും ഇത്. അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫീസിൽ നടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൂത്താവും. എന്തുവായി കാണിക്കുന്നേ? എല്ലാം വേണം. പഴയ കാലത്തിന്റെ ഒരു രീതി ഉണ്ടായിരുന്നു, എല്ലാം വേണം.
സ്തോത്രം. ഇതെന്തോ ചെയ്യുന്നേ? മദ്യപിക്കാൻ കിട്ടിയ ഒരു ദിവസം കൊച്ചു പേറ്റ് പിള്ളേരാ മദ്യപിച്ച് ഇറങ്ങി വരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിലെ സ്തോത്രം അച്ഛന്റെ കോളയായിരുന്നു. അച്ഛൻ വന്ന് വൈകിട്ട് താക്കോലെ ഊരിക്കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞു ഇവിടെ നടക്കത്തില്ല, ഇവിടെ ചെയ്യല്ലെന്നല്ലേ പറഞ്ഞു, ഇവിടെ നടക്കത്തില്ല. പിള്ളേരെ വയലന്റ് ആവുക. ഇതിങ്ങനെ ഒരു ആഘോഷം അടിച്ചേൽപ്പിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം അതിലും വയലന്റ് ആവുന്നു. പിള്ളേരെ കൊണ്ട് തെറ്റിയിരിക്കുന്നതിനെ ഇവര് കണ്ട അല്ലേ? കൊച്ച് പെൺപിള്ളേരല്ല, സാരിയിലൊക്കെ ഇറങ്ങി വന്നേക്കുക. ഒരേ സാരി. നേരത്തെ പഠിക്കാൻ പോകുമ്പോൾ വസ്ത്രമില്ലാത്തതിന്റെ കാര്യം പറഞ്ഞു. ഇത് ഓണത്തിന് വസ്ത്രം ഇല്ലെങ്കിൽ വസ്ത്രം മേടിക്കും. ഒരേ കളർ സാരി, ഒരേ ഷർട്ട്, ഒരേ മുണ്ട്. ആ പെൺപിള്ളേരെ കൊണ്ട് പോകുമ്പോൾ തന്നെ അതിന്റെ മാതാപിതാക്കൾക്ക് എന്റെ നാണക്കേടാ കൂടെ കൊണ്ട് കിടക്കുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചിലത് ക്ലാസ് ഒരു പ്രത്യേകം. അതെ, ഞാനൊരു ക്രിമിനലാണ്, ഇതിനകത്ത് ഭയങ്കര ക്രിമിനൽ. ഇതൊന്നും എന്നെ അങ്ങോട്ട് ശ്രമിക്കത്തില്ല, എനിക്ക് ശ്രമിക്കുന്നില്ല. ഇതെന്തു ഉപാസനിക്കാനായി? പോലീസ് സ്റ്റേഷനകത്ത് ഡാൻസ്. അവൻ ഉദ്യോഗസ്ഥന്റെ പവർ എന്തുവാ, അവനെ ഏൽപ്പിച്ച ജോലി എന്തുവാന്ന് പോലും അവൻ അറിയത്തില്ല. ഊളയാണോ ഇത്രയും? ഞാൻ നമ്മളെ കുഞ്ഞുങ്ങളെ 3 പേരെ ഞാൻ വിട്ടിട്ടുണ്ട്. ഈ ഒരു പരിപാടിക്ക് വിടാറുണ്ട്. അതിന് തലപോകുന്ന വിഷയം വന്നാലും ഈ കുഞ്ഞുങ്ങള് ഇടപെടും, ഈ വിഷയം പറയും. പക്ഷെ അവരെന്നോട് ചോദിക്കാറില്ല കേട്ടോ. ആദ്യത്തെ സമയത്ത് അവർ ചോദിക്കും ഇത് എന്തുവാന്ന് ഒന്ന് കാണാൻ. ഞാൻ എന്തുവാന്ന് കാണണ്ട, നിനക്ക് കാണുന്ന സ്ഥലമാണ്, നീ കാണുന്ന. ഇപ്പൊ എനിക്ക് ഒന്ന് അവര് വീഡിയോക്കകത്ത് കാണുമായിരിക്കും, അവരുടെ ഓൺലൈൻ പരിപാടികൾ കാണുമായിരിക്കും. അല്ലാതെ അവർക്കവിടെ പോകണമെന്ന് അവർ എന്റെ അടുത്ത് ചോദിക്കാറായി. അതാണ് നല്ലത്. അതാണ് നല്ലത്. അതാണ് നല്ലത്. അതിനകത്ത് കിട്ടുന്ന ഉത്സവമല്ല, അല്പനേരത്തെ കിട്ടുന്ന ഉത്സവമല്ല, എന്ത് ചെയ്യാൻ പറ്റുന്ന ഉത്സവമല്ല. സ്തോത്രം. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞത്, വർഷത്തിൽ പാതാളത്തിന് കയറി വരുന്ന ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, സ്വർഗത്തിൽ ഇറങ്ങി വന്ന ദൈവത്തെ ആരാധിക്കുന്നത്. ആ ദൈവമാണ് ആ ദൈവമാണ് കർത്താവ്. ഈ വാക്യം നമ്മൾ വായിച്ചപ്പോൾ ഒന്നുകൂടെ വായിക്കാം. ആ വാക്യം റിപ്പീറ്റ് ഒന്ന് വായിക്കാം. കണ്ടോ, ഭൂലോകത്തിൽ മുഴുവനും പോയി. എങ്ങനെ യേശു പറയുന്നത്? ക്രൂശിക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിട്ട് യേശു ഇവരിൽ ഒരുവനെ പോലെ വന്ന് നിൽക്കുക. സാക്ഷ്യമാവര് യേശു ഉയർത്തെഴുന്നേറ്റുള്ള സാക്ഷ്യമാണ്. ഇന്ന് പല ബന്ധുക്കോസ് സഭയ്ക്കകത്ത് അല്ലെങ്കിൽ സ്വന്തം പള്ളിക്കകത്തും അച്ഛനായാലും പാസ്റ്ററായാലും വിശ്വാസിക്കും കർത്താവ് അങ്ങനെ വരുമോ എന്ന് സംശയം. കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക, ബൈബിൾ വെളിപ്പെടുത്തി കൊടുക്കുക. എന്തുവാ? കർത്താവ് വന്നിട്ടാ. കർത്താവ് പോന്നുമ്പോഴല്ലേ പറഞ്ഞത്? കർത്താവ് ക്രൂശുമരണം കഴിഞ്ഞ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, റോമാ പൗരത്വത്തിന്റെ സകല ശിക്ഷകളും അനുഭവിച്ചു, അവരെ തകർത്ത് മാറ്റിക്കൊണ്ട് നമ്മളെ നേടിയിട്ട് കർത്താവ് വന്നേക്കുക. വന്നിട്ട് ഒരു ദിവസമല്ല വന്ന്, ചില ദിവസങ്ങൾ ഇവരോടൊപ്പം വസിച്ചു, 40 ദിവസത്തോളം ഇവരോട് വസിച്ചു. കർത്താവ് യേശു വന്നിട്ട് ഇവരോട് പറയുക, നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? നിങ്ങൾ ഇതെല്ലാം കണ്ടില്ലേ? നമ്മളെല്ലാം കാണാതെ വിശ്വസിക്കുന്നത്, പലരും കണ്ട് വിശ്വസിക്കുന്നത് അല്ലേ? കണ്ടാലേ നമുക്ക് വിശ്വാസം തോന്നത്തുള്ളൂ. സ്തോത്രം. ഇന്ന് കണ്ടാലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. നമ്മളെ എന്നെ കുറിച്ച് വേണമെങ്കിൽ ബാഡായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കും. ഒരു ഏയോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ബാഡായിട്ട് ആക്കാം, എന്നെ നല്ലവനാക്കാൻ പറ്റും. സ്തോത്രം. നമ്മൾ കണ്ട് വിശ്വസിക്കുന്നവർക്ക് ഇത് കാണിച്ചാൽ മതി. നമ്മൾ എന്ത് ചെയ്യും? ഇത് യഥാർത്ഥ തെറ്റി എന്നവരെ ഇത് കാണിക്കുമ്പോൾ പറയുന്നത് ഇത് വ്യക്തിയതാണ്, ഞാൻ എന്തെന്നാ പറയുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. ലോകത്തിനകത്ത് ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുക, പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ട് വിശ്വസിക്കുന്നവരാണ് അല്ലേ? നമ്മൾ ഒരാളെ കാണാതെ ഒന്നും പറയലേന്ന് ദൈവവചനം പറഞ്ഞു, കാണാതെ പറയലേന്ന് പറഞ്ഞു, കണ്ടിട്ടേ പറയാമെന്ന് പറയാം. സ്തോത്രം. എങ്കിൽ ഇന്ന് അതുവരെ തിരുത്തിക്കൊണ്ടിരിക്കും. നമ്മളെ ബുദ്ധിയെ, നമ്മളെ ചിന്തകളെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുക. കർത്താവ് പറയുക, ഭൂലോകത്തിൽ എവിടെയും പോയി ചെന്ന് നിങ്ങൾ സുവിശേഷം പറയണം. എന്നിട്ട് അതിനടുത്ത് പറയുക, സ്തോത്രം, രക്ഷിക്കപ്പെടുന്നവരെ, മാനസാന്തരപ്പെടുന്നവരെ സ്നാനം കൊടുക്കണം. അവരെ എന്ത് ചെയ്യണം? അടുത്ത പെട്ടെന്ന് വായിക്കാം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും.
വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവനാണ് രക്ഷിക്കപ്പെടുന്നത്. അതിന് മുമ്പ് രക്ഷിക്കപ്പെട്ടതില്ല, മാനസാന്തരമേ ഉള്ളൂ. അപ്പൊ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്താവും? രക്ഷിക്കപ്പെടും. അവന് രക്ഷ കിട്ടി. നമുക്കെന്ത് കിട്ടി? രക്ഷ കിട്ടി. നമുക്ക് രക്ഷിതാവുണ്ട്, നമുക്ക് രക്ഷ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിന്റെ കുടുംബത്തിനകത്ത് എന്ത് ഭാരം കൊണ്ടുവന്നാലും പ്രതികൂലം കൊണ്ടുവന്നാലും ഏത് ആപചാരവും നിന്റെ കുടുംബത്തിനകത്ത് കയറത്തില്ല. കാര്യം നിന്റെ കുടുംബത്തിനകത്ത് രക്ഷ കിട്ടി കഴിഞ്ഞിരിക്കുന്നു. നീ രക്ഷിക്കപ്പെട്ട പൈതല, നിന്റെ മേൽ രക്ഷയുണ്ട്. യേശു രക്ഷ നിന്റെ കുടുംബത്തിനകത്തുള്ള കാലത്തോളം നിന്നെയോ നിന്റെ തലമുറയോ നിന്റെ കുടുംബത്തെയോ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരു കാലഘട്ടത്തിനകത്ത് സഭയ്ക്കകത്ത് മരണമണിയുടെ വരുമ്പോൾ ഒരു കാലഘട്ടം വരെ നിലവിളിയായിരുന്നു. തലമുറയെ കുറിച്ചുള്ള നിലവിളി, കണ്ണുനീരും സ്തോത്രമാലയും മടുത്തു പോകാതെ ഇപ്പുറത്തുനിന്ന് കുത്തുവാക്ക്, ഇപ്പുറത്തുനിന്ന് അപവാദ വാക്കുകൾ, സ്തോത്രം ഒരിടത്ത് പോലും സ്വസ്ഥത കൊടുക്കാതെ കുത്തുവാക്കാൻ അവിടെ പതറിപ്പോയോ, വീണ് പോവാത്തതുകൊണ്ടാ യഥാർത്ഥമായ ദൈവത്തിന്റെ മഹത്വം ഇപ്പൊ അനുഭവിക്കാൻ തുടങ്ങി. അവിടെ എല്ലാ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി. 23 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ശബ്ദത്തിൽ മടുത്തുപോകാതെ പാർശ്വമോ ഈ പ്രതികൂലോ പ്രയാസമോ എന്നെയോ എന്റെ കുടുംബത്തെ തൊടത്തില്ല. കാര്യം യേശു എന്റെ കൂടെ ഉണ്ട്. എനിക്കൊരു രക്ഷകനുണ്ട്. ഞാൻ പുറത്തു വരുന്ന ദിവസമുണ്ട്. എന്നെ നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരും അപമാനിക്കുന്നവരും പറയും പുറത്തു വരുന്ന ദിവസമുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞത് 18 വർഷം ഒരു വിഷയമല്ല, യേശു കണ്ട സൗഖ്യമാണ്. ഇന്ന് പലരും നിന്റെ ദിവസങ്ങൾ കടന്നു പോകുന്നതോ മാസങ്ങൾ കടന്നു പോകുന്നതോ അങ്ങനെ ഒന്നും ഒരു വിഷയമല്ല. ദൈവത്തിന്റെ നിരീക്ഷണത്തിൽ ദിവസങ്ങൾ മാസങ്ങൾ പോകുന്നതോ കാലങ്ങൾ പോകുന്നതോ എന്റെ വിഷയമല്ല. എന്റെ കർത്താവിനെ പ്രവർത്തിക്കാൻ ഒരു നിമിഷം ഇന്ന് പകൽ പൂർണ്ണമായി വിശ്വസിക്കുക. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ഭൂലോകം മുഴുവനും സുവിശേഷം അറിയിക്കാനാ. നമ്മൾ എവിടെ ചെന്നാലും സാക്ഷിയായിട്ട് നിൽക്കാനാ. എവിടെ ചെന്നാലും എങ്ങനെ ഇത് കിട്ടി? എന്റെ യേശു എനിക്ക് നൽകി. ഞാൻ യേശുവിന്റെ പൈതലാണ്. എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുന്നില്ല. യേശുവിന്റെ പൈതലാണ്. എനിക്ക് കിട്ടിയത് യേശു എന്ന് യേശുവിനെ അനുഗ്രഹിക്കുക. അപ്രകാരം ഏറ്റെടുക്കുന്ന ദൈവമേ തന്നെ ആർക്ക് വേണം? ദൈവത്തിന് വേണം. അപ്പൊ മുഖ്യ സ്ഥാനം നമ്മുടെ ദൈവത്തിനകത്ത് എന്തിനു കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. നമ്മളെ വിളിച്ച് വേദനിച്ച കർത്താവിന് കൊടുക്കണം. എനിക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടിയാൽ ഏറ്റവും കൂടി സ്തോത്രം ചെയ്യേണ്ട ആരെയാ? കർത്താവിന് കൊടുത്തോളാം. ഞാൻ ഈ സ്തോത്രം എന്റെ കുടുംബത്തിനകത്ത് വേദനയുണ്ടെങ്കിൽ ആർക്ക് മഹത്വം കൊടുത്തോളാം? കർത്താവിന് മഹത്വം കൊടുക്കണം. ആ വേദന മാറ്റി സന്തോഷം നൽകുന്നൊരു കർത്താവിനെ നീ ആരാധിക്കണം. സ്തോത്രം എല്ലാ ദൈവമൊക്കെ എഴുതേക്ക് കർത്താവിന്റെ സ്ഥലം പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകല് ആ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിയാവട്ടെ. എന്റെ കർത്താവ് എന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? എന്റെ കർത്താവ് എന്നെ എന്തിനാ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഇന്ന് പകൽ എന്റെ പേരിൽ ആ ദൈവത്തിന്റെ ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ. എന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ ദൂതം കൊണ്ട് നിവർത്തിയാവട്ടെ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാവട്ടെ. കണ്ണുനീരോടിരിക്കുന്ന വിഷയത്തിനകത്ത് മറുപടി ഉണ്ടാവട്ടെ. എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക. എന്റെ യേശു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുക.